ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ 10ാം ക്ലാസ് സിലബസ് പ്രകാരമുള്ള ഫസ്റ്റ് ചാപ്റ്റർ, ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമാനിസം, മാനവികത, ആ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ, ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പൊ ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിന്റെ ബാക്കിയുള്ള പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, എടുക്കാനായിട്ട് പോകുന്നത്. അതായത് സെക്കൻഡ് പാർട്ട്, ഇന്ന് കുറച്ചും കൂടി ടോപ്പിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നോട്ട് ഇട്ടപ്പോൾ തന്നെ, ക്ലാസ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് നോട്ടിന്റെ കാര്യമൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് കിട്ടാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങൾ അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ വിഷയങ്ങളുടെയും നോട്ട് കിട്ടുന്നതാണ്. അപ്പൊ ആ നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ലിങ്ക് ഉപയോഗിച്ച് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ആ ചാനലിൽ നിന്ന് നോട്ട് എടുത്ത് പ്രിന്റ് എടുത്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം ഇത്രയും കാര്യങ്ങൾ അല്ലെ, സമ്പന്നരായ കുടുംബങ്ങൾ, മിഡിൽ ക്ലാസ് ഫാമിലീസ്, കച്ചവടത്തിലൂടെ സമ്പന്നരായ മിഡിൽ ക്ലാസ് ഫാമിലീസിനെ പറ്റിയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതാണ് ഈ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റാലിയൻ സിറ്റീസ് വെർ വെൽത്തിയർ കമ്പയർഡ് ടു അതർ യൂറോപ്യൻ സിറ്റീസ്, ഡിസ്ക്രൈബ് ദി സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദിസ്. എന്താണ്, ഇറ്റാലിയൻ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലെ നഗരങ്ങളിൽ നിന്നും വളരെ സമ്പന്നമായിരുന്നു അല്ലെ, വളരെ പൈസ ഉള്ളവരായിരുന്നു, ഒരുപാട് ധനികരായിരുന്നു. അങ്ങനെ ഇറ്റാലിയൻ നഗരങ്ങള് ധനികരാകാനുള്ള, കാശുള്ളവരാകാനുള്ള, പൈസക്കാരാകാനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരാനുള്ള സാധ്യത കുറവാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള, നമ്മൾ 9ാം ക്ലാസ്സിലും കണ്ടതാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യം അങ്ങനെ തന്നെ ചോദിക്കുന്നതിനേക്കാൾ മറിച്ച് എങ്ങനെയാ ചോദ്യങ്ങൾ വരാറ്, ഇതേ ആശയം വരുന്ന ചോദ്യങ്ങളാണ് വരാറ്. അപ്പോ ഇവിടെ നിന്ന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. എങ്ങനെയാണ് ഇറ്റാലിയൻ നഗരങ്ങൾ സമ്പന്നമായത്, എങ്ങനെയാണ് ഇറ്റാലിയൻ നഗരങ്ങൾ മറ്റുള്ള യൂറോപ്യൻ നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ഇതിലേക്ക് നയിച്ചത്. എന്തായിരുന്നു, ഇറ്റാലിയൻ നഗരങ്ങൾ സമ്പന്നമാവുന്നതിലേക്ക് നയിച്ചത് പ്രധാനപ്പെട്ട കാരണം ക്രൂസൈഡ്സ് ആയിരുന്നു. ക്രൂസൈഡ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ കുരിശ് യുദ്ധങ്ങളായിരുന്നു. എന്താണ്, കുരിശുദ്ധങ്ങൾ നടന്നപ്പോൾ, കുരിശുദ്ധം നടന്നത്, ആദ്യം കുരിശുദ്ധത്തെ പറ്റി പറഞ്ഞുതരാം. കുരിശുദ്ധം എക്സ്ട്രാ റീഡിംഗ് ആണ്, നിങ്ങൾ പഠിക്കേണ്ട, എന്നാലും കുരിശുദ്ധത്തെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. കുരിശുദ്ധം എന്ന് പറഞ്ഞാൽ മക്കളെ ഇസ്ലാം മതവിഭാഗങ്ങൾക്കും ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കിടയിൽ നടന്ന ഒരു യുദ്ധമാണ് കുരിശ് യുദ്ധം. ഏത് സ്ഥലത്തിന് വേണ്ടിയാണെന്നറിയോ, ജെറുസലേം എന്ന പ്രദേശം, ഇസ്രായേലിന്റെ ഒരു സ്ഥലമാണ് ജെറുസലേം. ആ ജെറുസലേം എന്ന് പറയുന്ന പ്രദേശം കീഴടക്കാൻ വേണ്ടി ഇസ്ലാം മതവിശ്വാസികളും ക്രിസ്ത്യൻ മതവിശ്വാസികളും തമ്മിൽ നടത്തിയ യുദ്ധത്തെയാണ് ചരിത്രത്തിൽ ക്രൂസൈഡ്സ് അഥവാ കുരിശുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ കുരിശുദ്ധം നടന്നപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ കുടിയേറി പാർക്കാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കാനായില്ല, യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്താ ചെയ്യുക, കുട്ടികളായാലും എന്താ ചെയ്യുക, ജനങ്ങളും കുട്ടികളൊക്കെ സ്വന്തം ജീവൻ രക്ഷിക്കാനായി ഉള്ള സമ്പത്തെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കും അല്ലെ. എല്ലാ സമ്പത്തും, എല്ലാം അധ്വാനിച്ചുണ്ടാക്കിയ വീടും പണവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാനായി അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടക്കുന്നു, യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നു. അവിടെയൊക്കെ നമ്മൾ ഇതൊക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോ അത്തരത്തിൽ കുരിശുദ്ധം നടന്നപ്പോൾ ആളുകൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു, കുടിയേറി പാർക്കാൻ തുടങ്ങി, അവർ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഇവർ കുടിയേറി പാർത്ത സ്ഥലങ്ങളിലെ ജനങ്ങളുമായിട്ടുള്ള കൾച്ചർ എക്സ്ചേഞ്ച് നടന്നു. അതായത് ഞാനൊരു സ്ഥലത്തേക്ക് ചെന്നു, എനിക്കറിയാത്തൊരു പുതിയൊരു സ്ഥലത്തേക്ക് ചെന്നു, എന്റെ ജീവിത രീതി സ്വാഭാവികമായിട്ടും ഞാൻ പുതുതായി ചെന്ന സ്ഥലത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ സ്ഥലത്തെ സ്വഭാവമായിരിക്കും എനിക്ക് പതുക്കെ എന്റെ ജീവിതത്തിൽ വരിക. അതുപോലെ എന്റെ ജീവിത രീതി കുറച്ചെങ്കിലും ആ സ്ഥലത്തും ഇൻഫ്ലുവൻസ് ചെയ്യും. അത്തരത്തിൽ കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കുന്നു, സ്വഭാവത്തിലും സവിശേഷമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, അത് മാത്രമല്ല ഇറ്റാലിയൻ സിറ്റീസ് ഗോട്ട് അക്വൈന്റഡ് എന്ന് പറഞ്ഞാൽ മക്കളെ പരിചയപ്പെടുക വിത്ത് കൾച്ചേഴ്സ്, സിറ്റീസ് ആൻഡ് ലൈഫ്സ് ഓഫ് പീപ്പിൾ ഇൻ ഈസ്റ്റേൺ വേൾഡ്. എന്താണ്, കിഴക്കൻ രാജ്യങ്ങളിലെ സംസ്കാരം, നഗരങ്ങള്, അവർക്ക് ജനജീവിതത്തെ പറ്റിയൊക്കെ ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാർക്കായാലും മറ്റുള്ളവർക്കായാലും മനസ്സിലാക്കാൻ സാധിച്ചു. ഈ കുടിയേറ്റത്തിലൂടെ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവം മക്കളെ അതാണ്. ഇറ്റാലിയൻ നഗരങ്ങളിൽ നിന്നുള്ള ആളുകൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു, അവർക്ക് എന്ത് മനസ്സിലായി, മറ്റുള്ള രാജ്യങ്ങളിലെ സംസ്കാരം എന്താണെന്നും അവരുടെ ജനജീവിതം എങ്ങനെയാണെന്നും അവരുടെ ജനങ്ങളുടെ
ഭാഷ അല്ലെങ്കിൽ അവിടുത്തെ നഗരങ്ങളുടെ പ്രത്യേകത, അങ്ങനെ കിഴക്കൻ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളെ പറ്റിയും വിവരങ്ങൾ ആർക്ക് ലഭിച്ചു? ഇറ്റാലിയൻ നഗരങ്ങൾക്ക് ലഭിച്ചു. അതുപോലെ തന്നെ മക്കളെ ഇവർ എന്ത് ചെയ്തു? ഇറ്റാലിയൻ നഗരങ്ങൾ ഇസ്ലാമിക സാമ്രാജ്യവുമായിട്ടും ബൈസാന്റിയൻ സാമ്രാജ്യവുമായിട്ടും കച്ചവട ബന്ധം സ്ഥാപിച്ചു. ഈ രണ്ട് സാമ്രാജ്യവുമായിട്ടുള്ള കച്ചവട ബന്ധം സ്ഥാപിച്ച രാജ്യം ഒരേ ഒരു രാജ്യമാണ്. ആ രാജ്യമാണ് മക്കളെ ഇറ്റലി, നമ്മൾ പഠിക്കുന്ന ഇറ്റലി. അപ്പോൾ ഇറ്റലിക്കാര് ഇസ്ലാമിക സാമ്രാജ്യവുമായിട്ടും അതുപോലെ ബൈസാന്റിയൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ മക്കളെ കിഴക്കൻ റോമ സാമ്രാജ്യം, ഈസ്റ്റേൺ റോമൻ എംപയർ, ആ സാമ്രാജ്യവുമായിട്ടും കച്ചവടബന്ധം സ്ഥാപിച്ചതോടുകൂടി കച്ചവടത്തിലൂടെ വലിയൊരു സമ്പത്ത് ഇറ്റലിയിലേക്ക് എത്തപ്പെട്ടു. അതുപോലെ തന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള കച്ചവടം നടത്താനുള്ള അനുവാദം അല്ലെങ്കിൽ അതിന്റെ കുത്തക എന്ന് പറഞ്ഞാൽ അതിന്റെ മെജോറിറ്റി ഹോൾഡും ആർക്കായിരുന്നു? കച്ചവടത്തിന്റെ മെജോറിറ്റി ഹോൾഡും ആർക്കായിരുന്നു മക്കളെ? നമ്മുടെ ഇറ്റലിക്കാർക്കായിരുന്നു. അപ്പോൾ കിഴക്കൻ ലോക രാജ്യങ്ങളും പടിഞ്ഞാറൻ ലോക രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സായി ഏത് രാജ്യം മാറി? ഇറ്റലി മാറി. കിഴക്കൻ ലോക രാജ്യങ്ങളിലെ അറബ് രാജ്യങ്ങളുമായും പടിഞ്ഞാറൻ ലോക രാജ്യങ്ങളിലെ റോമ സാമ്രാജ്യവുമായും കച്ചവടം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗമായിട്ട് ഇറ്റലിക്കാർ മാറി. അതിലൂടെ വലിയൊരു സമ്പത്ത് ഇറ്റലിക്കാർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അതിലൂടെ ഇറ്റലിക്കാർ വളരെ സമ്പന്നരായി മാറി. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത് 2 മാർക്കിനോ 3 മാർക്കിനോ ആയിരിക്കാം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ 2 മാർക്കോ 3 മാർക്കോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നോക്കിയേക്കാം, നമ്മളൊരു ഗസ്റ്റ് മാത്രം പറയുന്നതാണ്. ബാക്കി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ മാർക്കിന് വരികയാണെങ്കിൽ അപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അടുത്തത് വാട്ട് ആർ ദി ഇമ്പാക്ട് ബ്രോട്ട് അബൌട്ട് ബൈ ഔട്ട്ബ്രേക്ക് ഓഫ് പ്ലേഗ് ഇൻ 14th century in various fields of Europe. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് യൂറോപ്പിൽ പ്ലേഗിനെ പറ്റിയാണ്. അങ്ങനെ 14ാം നൂറ്റാണ്ടായപ്പോഴേക്കും യൂറോപ്പിൽ ഒരു അസുഖം പടർന്നു പിടിക്കുന്നുണ്ട് മക്കളെ. ആ അസുഖമാണ് പ്ലേഗ്. നമ്മൾ ഒരു 5-6 കൊല്ലം മുമ്പ് കൊറോണ വൈറസ് പടർന്നു പിടിച്ചു എന്ന് പറയുന്നത് പോലെ അന്ന് യൂറോപ്പിലും ലോകത്തും പടർന്നു പിടിച്ച വലിയൊരു അസുഖമായിരുന്നു മക്കളെ ഏത്? പ്ലേഗ് എന്ന് പറയുന്ന അസുഖം. ഈ പ്ലേഗ് വന്നതോടുകൂടി ഒരുപാട് ആളുകൾ മരണപ്പെടാൻ തുടങ്ങി. കാരണം കൊറോണ വൈറസിന്റെ തുടക്കകാലത്തിൽ തന്നെ മരുന്നുണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം, അല്ലെ? വാക്സിൻ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. അതേപോലെ പ്ലേഗ് എന്ന് പറയുന്ന ഈ അസുഖത്തിനും അന്നത്തെ കാലത്ത് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായില്ല. മരുന്നില്ലാത്തൊരു അസുഖമായിരുന്നു പ്ലേഗ്. അപ്പോൾ പ്ലേഗ് വന്നതോടുകൂടി ഇറ്റാലിയൻ നഗരങ്ങളെ ഈ പ്ലേഗ് എന്ന് പറയുന്ന അസുഖം, ബ്യൂബോണിക് പ്ലേഗ് എന്ന് പറയുന്ന അസുഖം സാരമായി തന്നെ ബാധിച്ചു. വലിയ രീതിയിൽ ഇറ്റാലിയൻ നഗരങ്ങളെ എഫക്ട് ചെയ്ത ഒരു അസുഖമാണ് മക്കളെ ഏത്? പ്ലേഗ്. ഓക്കെ, പ്ലേഗ് എന്ന് പറയുന്ന അസുഖം. ഈ പ്ലേഗിനെ വിളിക്കുന്നത് ബ്ലാക്ക് ഡെത്ത് എന്നാണ്. മക്കളെ നോക്കി വെക്കാം, പ്ലേഗിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര്, പ്ലേഗ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബ്ലാക്ക് ഡെത്ത്. ഈ പ്ലേഗ് വന്ന് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചപ്പോൾ എന്ത് പറ്റി? തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയൊരു ഷോർട്ടേജ് സംഭവിച്ചു, വലിയൊരു കുറവ് സംഭവിച്ചു. അങ്ങനെ ആളുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ, തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട് വളർത്തിയെടുത്തിരുന്ന വലിയൊരു സിസ്റ്റമായിരുന്നു മക്കളെ ഫ്യൂഡലിസം. ആ ഫ്യൂഡലിസം എന്ന് പറയുന്ന സിസ്റ്റം തകരാൻ തുടങ്ങി. നമുക്കറിയാം, കച്ചവടത്തെയും കാർഷിക മേഖല തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അതിനെ തന്നെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്ന വലിയൊരു സിസ്റ്റമായിരുന്നു മധ്യകാല ലോകത്ത് എന്ത്? ഫ്യൂഡലിസം. നമ്മുടെ ഇന്ത്യയിലെ ജന്മിത്തം പോലെ അന്ന് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു സിസ്റ്റമായിരുന്നു ഫ്യൂഡലിസം. ആ ഫ്യൂഡലിസം തകർന്നതോടുകൂടി, ആ ഫ്യൂഡലിസം നശിക്കാൻ തുടങ്ങി. ജനങ്ങളുടെ എണ്ണം കുറയാൻ തുടങ്ങിയപ്പോൾ ഫ്യൂഡലിസം തകരാൻ തുടങ്ങി. ഫ്യൂഡലിസം തകർന്നതോടുകൂടി മധ്യവർഗം, മിഡിൽ ക്ലാസ് പീപ്പിൾ ശക്തരാവാൻ തുടങ്ങി. അവർ കച്ചവടത്തിലൂടെ ശക്തരാവാൻ തുടങ്ങി. അങ്ങനെ അവർ ശക്തരായതുകൊണ്ട് യൂറോപ്പിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പിന്നീട് കാണപ്പെട്ടു. യൂറോപ്പിൽ വലിയ വലിയ മാറ്റങ്ങൾ, വലിയ വലിയ ചേഞ്ചസ് ഈ മധ്യകാല ലോകത്ത് 14ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. അതിനെല്ലാം കാരണമായത് മക്കളെ പ്ലേഗ് ആണ്. പ്ലേഗ് വന്നതോടുകൂടി ഒരുപാട് ആളുകൾ പ്ലേഗ് എന്ന അസുഖം പിടിപെട്ട് മരണപ്പെടുന്നു. അങ്ങനെ മരണപ്പെട്ടപ്പോൾ ഷോർട്ടേജ് ഇൻ ലേബർ, തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചു. തൊഴിലാളികളുടെ എണ്ണത്തിൽ വളരെ കുറവ് സംഭവിച്ചു. അങ്ങനെ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ തൊഴിലാളികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മധ്യകാല ലോകത്തുണ്ടായിരുന്ന ഫ്യൂഡലിസം എന്ന് പറയുന്ന ആ ആശയം തകരാൻ തുടങ്ങി, തകർന്നു തരിപ്പണമായി. അങ്ങനെ തകർന്നു തരിപ്പണമായപ്പോൾ, ഫ്യൂഡലിസം ഇല്ലാതായപ്പോൾ മധ്യകാല സമൂഹത്തിന് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പീപ്പിളിന്, മധ്യവർഗത്തിന് ഉയർന്നു വരാൻ ഒരു വഴി ലഭിക്കുന്നു. അങ്ങനെ കച്ചവടം നടത്തിയ അവർ കച്ചവടത്തിലൂടെ സമ്പന്നരായിക്കൊണ്ട് സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് എത്തുന്നു. സമൂഹത്തിൽ വളരെ മുൻപന്തിയിലേക്ക് ആരെത്തി? നമ്മുടെ മിഡിൽ ക്ലാസ് പീപ്പിൾ, പാവപ്പെട്ടവര്, സാധാരണക്കാരായ ജനങ്ങള് എത്തപ്പെട്ടു. അതുപോലെ തന്നെയാണ് അത്രയും നാള് മതവിശ്വാസത്തെ മാത്രം നോക്കി നിന്നിരുന്ന ആളുകള് മതവിശ്വാസത്തെക്കാൾ അപ്പുറം സയൻസിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. നമുക്കറിയാം, അന്ന് സയൻസിനെയൊക്കെ എതിർത്തിരുന്നവരായിരുന്നു അവർ, അല്ലെ? അതാണ് ഹ്യൂമാനിസത്തിൽ നമ്മൾ ആദ്യമേ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത്. ഫസ്റ്റ് വീഡിയോ
ഹിസ്റ്ററിയിൽ അതൊക്കെ നമ്മൾ വളരെ വിശദമായി പറഞ്ഞതാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മതവിശ്വാസം ഒഴിച്ചു നിർത്തി അല്ലെങ്കിൽ മതവിശ്വാസത്തെ വിട്ടുകൊണ്ട് ഇവിടെ സയൻസിന്, മെഡിക്കൽ സയൻസിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. കാരണം പ്ലേഗ് എന്ന് പറയുന്ന അസുഖത്തിന് മരുന്ന് കണ്ടുപിടിക്കണം. അതുവരെ മരുന്നില്ല. അതുവരെ കണ്ടുപിടിച്ച ഒരു മരുന്ന് വെച്ചും മരുന്ന് കൊണ്ടും പ്ലേഗ് എന്ന അസുഖത്തെ തുരത്താൻ കഴിയാതെ വന്നപ്പോൾ അവർ സ്വാഭാവികമായും സയൻസിന് അഥവാ മെഡിക്കൽ സയൻസിന് പ്രാധാന്യം കൊടുക്കാൻ നിർബന്ധിതരായി. അങ്ങനെ ആ ജനങ്ങൾ മെഡിക്കൽ സയൻസിന് പ്രാധാന്യം കൊടുക്കുകയും ഈ അസുഖത്തിന് മറുമരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മക്കളെ, അതിലൂടെയാണ് ഈ പ്ലേഗ് വന്നതുകൊണ്ട് മാത്രമാണ് മക്കളെ ജനങ്ങള് ഒരു കാര്യം തിരിച്ചറിഞ്ഞത്, മനുഷ്യ ജീവിതം ക്ഷണികമാണെന്ന് മനസ്സിലായി. അതായത് എപ്പോ വേണമെങ്കിലും മരിക്കാവുന്ന ഒരു ജീവിതമാണ് നമ്മുടെയൊക്കെ ജീവിതം, അല്ലേടാ? നമുക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടാവും, ഇത്ര കൊല്ലം ജീവിക്കും, നമ്മൾ കുറെ കൊല്ലം ജീവിക്കും, നമ്മളൊരു 60 വയസ്സ് വരെ ജീവിക്കും, അങ്ങനെ ഒരു ഗ്യാരണ്ടിയും ഇല്ല. എപ്പോ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, മരിച്ചു പോകാം. ക്ഷണികമാണ്, നമുക്ക് അറിഞ്ഞൂടെ എപ്പോഴാണ് നമ്മൾ മരിക്കണേന്ന്, അല്ലെ? എപ്പോ വേണമെങ്കിലും നമ്മൾ മരിച്ചു പോകുമെന്നും ജനങ്ങൾ തിരിച്ചറിയുകയും അതുകൊണ്ട് ആ ലോകത്തുള്ള ജീവിതത്തെക്കാൾ കൂടുതൽ ഈ ലോകത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരമാവധി സന്തോഷം കണ്ടെത്താം, സുഖങ്ങൾ കണ്ടെത്താം, ഇവരുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കാം, നമ്മുടെ അവസ്ഥകളെ പറ്റി ചിന്തിക്കാം, നമ്മുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാം. അതല്ലാതെ ഇതെല്ലാം മാറ്റി നിർത്തി എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിച്ച് മരണശേഷമുള്ള ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയൊരു മാറ്റം പ്ലേഗ് ഉണ്ടാക്കി. അതായത് മതത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന ജനങ്ങള് പിന്നീട് മതത്തിൽ നിന്ന് വിട്ടെറിഞ്ഞുകൊണ്ട്, മതത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ലോകത്തിന്, ഇവിടുത്തെ ജീവിതത്തിന്, ഇവിടുത്തെ സന്തോഷങ്ങൾക്കും ഇവിടുത്തെ സുഖങ്ങൾക്കും ഇവിടുത്തെ ഇമോഷൻസിനും അവര് ചിന്താശേഷിക്കുമൊക്കെ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അത് സ്വാഭാവികമായും എന്തിലേക്ക് നയിച്ചു? മാനവികതയിലേക്ക് അഥവാ ഹ്യൂമനിസത്തിലേക്ക് നയിച്ചു. ഓക്കെ, അപ്പൊ ഇത് അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് ചോദ്യം വരാം, ഇമ്പാക്ട് ഓഫ് പ്ലേഗ് ആയിരിക്കും, ഇമ്പാക്ട് ഓഫ് പ്ലേഗ് ആയിരിക്കും, അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് പ്ലേഗ്, അല്ലെങ്കിൽ റിസൾട്ട് ഓഫ് പ്ലേഗ്, ഇൻഫ്ലുവൻസ് ഓഫ് പ്ലേഗ്, പ്ലേഗിന്റെ സ്വാധീനം, പ്ലേഗിന്റെ ഫലങ്ങള്, പ്ലേഗിന്റെ റിസൾട്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കാം നമുക്ക് ഇവിടുന്ന് ചോദിക്കാൻ പോകുന്ന ചോദ്യം. പ്ലേഗിനെയും യൂറോപ്പിനെയും ബന്ധപ്പെടുത്തി ഒരു ചോദ്യം നമ്മൾ ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. അടുത്തവരാ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഈ ഹ്യൂമനിസ്റ്റിക് പീരീഡില് അല്ലെങ്കിൽ മാനവികതയുടെ കാലഘട്ടത്തില് ഇറ്റലിയിലെ സോഷ്യൽ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? വാട്ട് ആർ ദി മേജർ ചേഞ്ചസ് ഇൻ സോഷ്യൽ ലൈഫ് ഓഫ് ഇറ്റലി ഡ്യൂറിംഗ് ഹ്യൂമനിസ്റ്റിക് പീരീഡ്? അഥവാ മാനവിക കാലഘട്ടത്തിൽ ഇറ്റലിയുടെ സാമൂഹിക ജീവിതത്തിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പഠിക്കണം. അതായത് ഇറ്റലിയിലെ നഗരങ്ങൾ വളരെ അഭിവൃദ്ധി നിറഞ്ഞ നഗരങ്ങളായിരുന്നു, രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉണ്ടായ നഗരങ്ങളായിരുന്നു, അതുപോലെ ജനങ്ങൾക്കിടയിൽ സാമൂഹിക ഐക്യവും ഉണ്ടായിരുന്നു. ഇത്തരം ഐക്യവും സ്വാതന്ത്ര്യവും അഭിവൃദ്ധിയും ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റലിയിലെ ജനങ്ങൾ പൗരബോധമുള്ളവരായി മാറുകയും ആത്മാഭിമാനമുള്ളവർ, സെൽഫ് റെസ്പെക്ട് ഉള്ളവരായി മാറുകയും ചെയ്തു. എന്താ സെൽഫ് റെസ്പെക്ട്, ആത്മാഭിമാനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിന് കൂടുതലായിട്ട് നിങ്ങളോട് ഒരാളോട് പറഞ്ഞേണ്ട കാര്യമില്ല, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ കേൾക്കാത്തൊരു വാക്കായിരിക്കും മക്കളെ പൗരബോധം, അഥവാ ഇംഗ്ലീഷ് മീഡിയം സിവിക് സെൻസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എന്താണ് ആ പൗരബോധം? എന്താണ് സിവിക് സെൻസ്? സിവിക് സെൻസ് എന്ന് പറഞ്ഞാൽ, പൗരബോധം എന്ന് പറഞ്ഞാൽ മക്കളെ വേറൊന്നുമില്ലടാ, നമ്മൾ ഓരോ വ്യക്തിയും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള തിരിച്ചറിവിനെയാണ് സിവിക് സെൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, സമൂഹത്തിന് താല്പര്യങ്ങൾ നോക്കണം, സമൂഹത്തിന് നന്മ നോക്കണം, സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, സാമൂഹിക നന്മയായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന തിരിച്ചറിവിനെയാണ് നമ്മൾ പച്ച മലയാളത്തിൽ പൗരബോധം അല്ലെങ്കിൽ സിവിക് സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൗരബോധമുള്ള തലമുറയായിട്ട് ഇറ്റലിയിലെ ജനങ്ങൾ മാറാൻ തുടങ്ങി. ഇറ്റലിയിലെ ജനങ്ങൾ സമൂഹത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി, സാമൂഹിക താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ സമൂഹത്തിന് സാമൂഹിക താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ ഇറ്റലിക്കാരെ പ്രേരിപ്പിച്ചത് എന്താണ്? അവിടുത്തെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം, അവിടുത്തെ സാമൂഹിക ഐക്യം, അതുപോലെ പ്രോസ്പിരിറ്റി, അഭിവൃദ്ധി, ആ നാട്ടിലുണ്ടായിരുന്ന വികസനങ്ങളും മറ്റു കാര്യങ്ങളും. അതുപോലെ തന്നെ മക്കളെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, പുരാതന റോമാ സാമ്രാജ്യം, ആൻഷ്യൻ റോമൻ എംപയർ ഉണ്ടായിരുന്ന ലോ ആൻഡ് ഓർഡർ. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ മക്കളെ നിയമങ്ങള്, ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനം. ഈ നിയമ സംവിധാനത്തെ പറ്റിയും ഭരണ സംവിധാനത്തെ പറ്റിയും, റോമാ സാമ്രാജ്യത്തിലെ നിയമ സംവിധാനത്തെ പറ്റിയും ഭരണ സംവിധാനത്തെ പറ്റിയും മനസ്സിലാക്കിയ ജനങ്ങള് ഈ നിയമത്തെ പറ്റിയും ഭരണത്തെ പറ്റിയും ഇറ്റലി മൊത്തം പ്രചരിപ്പിച്ചു. റോമിലെ നിയമങ്ങളും റോമിലെ ഭരണത്തെ പറ്റി ഇറ്റലി മൊത്തം പ്രചരിപ്പിക്കുന്നതിന് ആര് മുൻകൈയെടുത്തു? ഇറ്റലിയിലെ ജനങ്ങൾ മുൻകൈയെടുത്തു. ഓക്കെ,
അത് മാത്രമല്ല അവർ ഏതൊക്കെ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി? ക്ലാസിക്കൽ ലാംഗ്വേജ്, ഭാഷകള്, ലിറ്ററേച്ചർ, സാഹിത്യം, ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലുള്ള സ്ഥാപനങ്ങള്, അതുപോലെ ആന്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ മക്കളെ പുരാതന കാലം, നമ്മുടെ പാസ്റ്റ്. നമുക്കറിയാം, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നാട്ടിലൊക്കെ ഓരോ പാസ്റ്റ് ഉണ്ട് അല്ലെ? നമ്മുടെ നാട്ടിൽ പഴയ കാര്യങ്ങളൊക്കെ നിശ്ചയ പാസ്റ്റുകൾ കാണാൻ പറ്റും. ഇവിടുണ്ടാകുന്ന യുദ്ധങ്ങളെ പറ്റിയും ഇവിടുത്തെ രാജാക്കന്മാരെ പറ്റിയും അവരുടെ എഫേർട്സിനെ പറ്റിയും അതുപോലെ എന്താണ് ഗവേഷണങ്ങളിലൂടെയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോ ഈ പറഞ്ഞ നാടിന്റെ പുരാതന കാലത്തെ പറ്റിയും അവിടെയുള്ള കലാകായിക മേഖലയെ പറ്റിയും സംസ്കാരത്തെ പറ്റിയും സാഹിത്യത്തെ പറ്റിയും അതുപോലെ അവിടെയുള്ള ഭാഷകളെ പറ്റിയും ഒക്കെ ജനങ്ങളിൽ താല്പര്യമുണ്ടാവാനും അവർ അതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കാനും തുടങ്ങി. അതായത് കാലഘട്ടത്തിലാ, ഹ്യൂമനിസ്റ്റിക് കാലഘട്ടത്തിലാ, മാനവികതയുടെ കാലഘട്ടത്തിലാ. അപ്പൊ മാനവികതയുടെ കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങളാണ് ഈ പറഞ്ഞത്. അത്രയും നാൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ എല്ലാം ദൈവത്തിലേക്ക് അർപ്പിച്ച് എല്ലാം ദൈവമാണെന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ എല്ലാം ദൈവത്തിൽ നിന്നാണ് വിശ്വസിക്കുന്ന ജനങ്ങള് എന്ത് ചെയ്യാൻ തുടങ്ങി? ദൈവത്തിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് അവരുടെ പഴയ കാലത്തെ ലൈഫിനെ പറ്റിയും അവരുടെ പുരാതന കാലത്തെ പറ്റിയും അവിടുത്തെ സാഹിത്യത്തെ പറ്റിയും അവിടുത്തെ സംസ്കാരത്തെ പറ്റിയും അവിടുത്തെ ഭാഷകളെ പറ്റിയും ഒക്കെ അന്വേഷിക്കാനും അത് കണ്ടുപിടിക്കാനും തുടങ്ങി. അതുപോലെ എല്ലാ നഗരങ്ങളും, ഈച്ച് സിറ്റി അല്ലെ, എല്ലാ നഗരങ്ങളും സാഹിത്യത്തിന്റെയും കലയുടെയും കേന്ദ്രമാകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവരായിരിക്കണം ആ കലയുടെയും സാഹിത്യത്തിന്റെയും പ്രധാനപ്പെട്ട സെന്റർ എന്ന് വാശിയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു തലമുറയായിട്ട് മാറിക്കൊണ്ടിരുന്നു. ഓക്കെ, അത് മാത്രമല്ല മക്കളെ, രാജാക്കന്മാർക്ക് ഒരു തിരിച്ചറിവുണ്ടായി. കുറെ യുദ്ധങ്ങൾ നടത്തിയത് കൊണ്ട് മാത്രം ഈ രാജാക്കന്മാരുടെ പൈതൃകം അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പാരമ്പര്യം അല്ലെങ്കിൽ ഈ രാജാക്കന്മാരെ വരും കാല തലമുറ ഓർത്തിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ രാജാക്കന്മാർ കലയിലും സാഹിത്യത്തിലും മുൻഗണന നൽകാൻ തീരുമാനിച്ചു. കാരണം എന്താ? കാരണം ആ സാഹിത്യവും കലയും നിലനിൽക്കുന്നിടത്തോളം കാലഘട്ടം ഈ രാജാക്കന്മാരെ അവർ ഓർത്തിരിക്കും അല്ലെ? ഒരു യുദ്ധം ചെയ്തുകൊണ്ട് ഒരാളെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല. നേരെ മറിച്ച് കലയിലും സാഹിത്യത്തിലൊക്കെ സംഭാവന നൽകി കഴിഞ്ഞാൽ അവരെ നമ്മളത് പറയുമ്പോൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോനെ സ്ഥാപിച്ചത് അല്ലെ? നമ്മൾ ആളെ പറ്റി പറയുന്നുണ്ട്. കലാമണ്ഡലത്തെ പറ്റി പറയുമ്പോഴൊക്കെ വള്ളത്തോളിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ കലാമണ്ഡലം ഉള്ളിടത്തോളം കാലം നമ്മൾ വള്ളത്തോളിനെ മറക്കില്ല, നമ്മൾ വള്ളത്തോളിനെ ഓർത്തിരിക്കും, നമ്മൾ വള്ളത്തോളിന്റെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തില് രാജാക്കന്മാർ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എത്ര നാൾ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ പേര് ആളുകൾ ഓർത്തിരിക്കും. അപ്പോ അത്രയും നാൾ അവരെ ഓർത്തിരിക്കണമെങ്കിൽ, ഒരുപാട് നാൾ ഈ ജനങ്ങൾ അവരെ ഓർത്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സാഹിത്യത്തിലും കലയിലും എന്തെങ്കിലും സംഭാവന നൽകണമെന്ന് രാജാക്കന്മാർ തിരിച്ചറിഞ്ഞു. അങ്ങനെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാജാക്കന്മാർ യുദ്ധത്തെക്കാൾ കൂടുതൽ എന്തിനു പ്രാധാന്യം കൊടുത്തു? കലയ്ക്കും സാഹിത്യത്തിനും അതിലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും മുൻകൈ എടുത്തുകൊണ്ട് അതിനുവേണ്ടി എന്ത് ചെയ്തു? അശാന്തം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ സമ്പന്നരായ രക്ഷാധികാരികളുള്ള പള്ളികളില്, ഇടവക പള്ളികൾ മനോഹരമാക്കാനും പുതിയ പുതിയ മോഡിഫിക്കേഷൻസ് വരുത്താനും തുടങ്ങി. അതുപോലെ തന്നെ എന്താ? കന്യാസ്ത്രീ മഠങ്ങൾ, നണ്ണറീസ്, അതുപോലെ ആശ്രമങ്ങള്, മൊണസ്ട്രീസ് പോലുള്ള ആശ്രമങ്ങളും നണ്ണറീസായ കന്യാസ്ത്രീ മഠങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്ഥാപിക്കാൻ തുടങ്ങി. അപ്പൊ ഇത്തരത്തില് പല രീതിയിലും പല സ്റ്റൈലിലും ആർക്കിടെക്ചറൽ സ്റ്റൈലില് അഥവാ വാസ്തുവിദ്യാ ശൈലിയും അവർ പ്രയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അതും എന്നത്തേക്കുമായി ഓർത്തിരിക്കണം, അതും ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്ന ചിന്താഗതിയോട് തന്നെ അവർ അത്തരത്തിൽ അവർക്കുണ്ടാകുന്ന വിധം സമ്പന്നമായതുകൊണ്ട് അവർ പള്ളികളും ആശ്രമങ്ങളും കന്യാസ്ത്രീ മഠങ്ങളും നിർമ്മിക്കാനും അത് മോഡിഫൈ ചെയ്യാനും അതിനെ വികസിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് പോലുള്ള നഗരങ്ങള് കലയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തങ്ങളായി കണ്ടു. അവർ എന്തായാലും ചെയ്യേണ്ട കടമയായി കണ്ടു. അങ്ങനെ അവർ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളത് ഈ മാനവിക കാലഘട്ടത്തിന്റെ അഥവാ ഹ്യൂമനിസ്റ്റിക് പീരീഡിന്റെ ഒരു സവിശേഷതയാണ്, ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്, ഒരു പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കി വെച്ചേക്കാം. ഓക്കെ, അടുത്ത മക്കളെ, ഇമ്പാക്ട് ഓഫ് കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടർക്സ് ഓൺ ഇന്റലക്ച്വൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ഇറ്റലി. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം തുർക്കിക്കാര് പിടിച്ചെടുക്കുന്നുണ്ട്. തുർക്കിക്കാർ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുന്നുണ്ട്. അത് ഇറ്റലിയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാം? തുർക്കിക്കാർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടെ ഇറ്റലിക്കുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദ്യം. മക്കളെ ശ്രദ്ധിക്കുക, 1453 ഓട്ടോമൻ സാമ്രാജ്യമായ തുർക്കിക്കാര് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുന്നു. ആ കോൺസ്റ്റാന്റിനോപ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ, കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. ആ തലസ്ഥാനത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്ന സ്ഥലമാണ്. ഈ പണ്ഡിതന്മാരാണെങ്കിൽ അവരുടെ പുരാതന കാലത്തെ പറ്റി, സാഹിത്യത്തെ പറ്റി, സംസ്കാരത്തെ പറ്റി പഠിച്ചുകൊണ്ട് മാനുസ്ക്രിപ്റ്റ്സ് അഥവാ കയ്യെഴുത്തു പ്രതികൾ കൈസൂക്ഷിച്ചു വെച്ചിരുന്ന ആളുകളായിരുന്നു ഈ പണ്ഡിതന്മാര്. അങ്ങനെ ഈ പണ്ഡിതന്മാർ അവിടെ നിന്ന് മറ്റു നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങി. ഓക്കെ, തുർക്കിക്കാർ വന്ന ആക്രമണം കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ ജീവൻ രക്ഷിക്കാനായി പണ്ഡിതന്മാർ പല നഗരങ്ങളിലേക്കും കുടിയേറി
കുടിയേറി പാർക്കാൻ തുടങ്ങി. അങ്ങനെ വെറുതെ കുടിയേറി പാർത്തതല്ല, അവർ കണ്ടുപിടിച്ച, അവർ എഴുതി വെച്ച അവരുടെ ആ മാനുസ്ക്രിപ്റ്റ്സ് അഥവാ കയ്യെഴുത്ത് പ്രതി, അതുമായിട്ടാണ് അവർ എന്ത് ചെയ്തത്, മറ്റുള്ള നഗരങ്ങളിലേക്ക് കുടിയേറി പാർത്തത്. ഇതിൽ ഭൂരിപക്ഷം ആളുകളും കുടിയേറി പാർത്തത് എങ്ങോട്ടേക്കാ, ഇറ്റാലിയൻ നഗരങ്ങളിലേക്കാ, ഇറ്റലിയിലേക്കാ. അങ്ങനെ കുടിയേറി പാർത്തപ്പോൾ, അവർ ആ കയ്യെഴുത്ത് പ്രതിയുമായി കുടിയേറി പാർത്തപ്പോൾ മക്കളെ അവിടെ ഉണ്ടായ മാറ്റം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിൽ നിന്ന് ലൈബ്രറി വിദ്യാഭ്യാസത്തിലേക്ക് ആളുകൾ മാറാൻ തുടങ്ങി. സ്കൂളുകളിലും കോളേജുകളിലും പോയി പഠിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് ലൈബ്രറിയിൽ പോയി വായിച്ചു പഠിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ലൈബ്രറിക്ക് പ്രാധാന്യം കിട്ടാൻ തുടങ്ങി. അത്രയും നാളുണ്ടായിരുന്ന പ്രാധാന്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ട് ലൈബ്രറികൾക്ക്, നാടുകളിലുള്ള ലൈബ്രറികൾക്ക് പ്രാധാന്യം കിട്ടാൻ തുടങ്ങി. ആളുകൾ ലൈബ്രറിയിൽ ചേക്കേറിക്കൊണ്ട് ലൈബ്രറിയിൽ പോയിരുന്നുകൊണ്ട് പഠിക്കുന്ന ഒരു സിസ്റ്റം ഇറ്റലിയിൽ ആകെ ഡെവലപ്പ് ചെയ്യാനായി തുടങ്ങി. അതുപോലെ തന്നെ ഇറ്റലിക്കാരുടെ കാര്യം നമ്മൾ ഇപ്പൊ പറഞ്ഞു, അവർ സമ്പന്നരാണെന്ന് നമ്മൾ പറഞ്ഞു, അവർക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർ കൂടി വന്നു. അപ്പോൾ ഇതെല്ലാം ആയപ്പോൾ സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും കൾച്ചർ ആൻഡ് ലിറ്ററേച്ചറിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഇറ്റലിക്കാർ നിർബന്ധിതരായി. അങ്ങനെ അവർ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ, പലതരത്തിലുള്ള എക്സ്പെരിമെന്റ്, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അവർ എന്ത് ചെയ്തു, കലയിലും സാഹിത്യത്തിലും നടത്തിക്കൊണ്ട് കലയിലും സാഹിത്യത്തിലും പല പല മാറ്റങ്ങൾ, മോഡിഫിക്കേഷൻസ് ഇറ്റലിക്കാർ വരുത്തിയതും നമുക്ക് ചരിത്രത്തിൽ കാണാനായി സാധിക്കും. അങ്ങനെ ഇറ്റലിയിൽ നോവൽ ഐഡിയാസ്, പുതിയ പുതിയ ആശയങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അതങ്ങനെ നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കാം. അപ്പൊ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതിൽ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ്, ഹൗ ഡിഡ് എമർജൻസ് ഓഫ് ഹ്യൂമാനിസം ഇമ്പാക്ട് ദി കോഴ്സ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഈ മാനവികതയുടെ ഉയർപ്പ് അല്ലെങ്കിൽ മാനവികതയുടെ കടന്നുവരവ് ലോക ചരിത്രത്തെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് ചോദിക്കും. പണ്ട് കാലത്ത് മക്കളെ അതിന്റെ ഉത്തരമാണ്, പണ്ട് കാലത്ത് എന്താണ് പഠിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ തിയോളജി അനുസരിച്ച് എന്താ, ഡിവൈൻ, ആത്മീയതക്ക്, അതുപോലെ ആഫ്റ്റർ ലൈഫ്, മരണശേഷമുള്ള ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കൺസെപ്റ്റിൽ അനുസരിച്ചായിരുന്നു പഠനവും നടത്തിയിരുന്നത്. അതിനെയാണ് നമ്മൾ സ്കോളസ്റ്റിസിസം എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ തിയോളജി അനുസരിച്ച് ആത്മീയതക്കും മരണശേഷമുള്ള ജീവിതത്തിനും ദൈവത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതവും പഠന രീതിയുമാണ് നിലനിന്നിരുന്നത്. ആ പഠന രീതിയാണ് മക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ചരിത്രത്തിൽ വിളിക്കുന്ന പേരാണ് സ്കോളസ്റ്റിസിസം. ഇംഗ്ലീഷ് മീഡിയത്തിനായാലും മലയാളം മീഡിയത്തിനായാലും ഒരേ പേര് തന്നെയാണ്, സ്കോളസ്റ്റിസിസം. അതിലൂടെ അതിൽ നിന്ന് വലിയൊരു മാറ്റം ഉണ്ടായി. മാനവികതയുടെ കടന്നുവരവോടുകൂടി ജനങ്ങൾ അവരുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തു, അവരുടെ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുത്തു, അവരുടെ ലിറ്റററി എക്സ്പ്രഷന് പ്രാധാന്യം കൊടുത്തു. അങ്ങനെ അവരിലുള്ള എല്ലാ സ്കിൽസിനും പ്രാധാന്യം കൊടുത്ത് മനുഷ്യനെ തന്നെ വിശ്വസിക്കാനും അവനിലുള്ള കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനും അവന്റെ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നേറാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഓക്കെ, അത് മാത്രമല്ലടാ, ആ സമയത്താണ് യൂറോപ്പിൽ മൊത്തം ഗ്രീക്കോ റോമൻ വർക്ക്സ്, ഗ്രീക്ക് ഭാഷയിലും റോമൻ ഭാഷയിലും എഴുതിയ ഒരുപാട് കൃതികൾ ഫേമസ് ആവുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഗ്രീക്ക് ഭാഷയിലും റോമൻ ഭാഷയിലും എഴുതിയ കൃതികളൊക്കെ എടുത്ത് വായിക്കുന്നുണ്ട്. ജനങ്ങൾ ഒരുപാട് അറിവ് നേടാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഗ്രീക്ക് ഭാഷയിലാവട്ടെ, റോമൻ ഭാഷയിലാവട്ടെ, ലാറ്റിൻ ഭാഷയിലാവട്ടെ, അവർക്ക് കിട്ടിയ എല്ലാ കൃതികളും അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, വായിച്ച് അറിവുണ്ടാക്കാൻ തുടങ്ങി. അവർക്ക് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ മാറ്റത്തിന്റെ ഭാഗമായിട്ട്, വലിയൊരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അവർ ഗ്രീക്ക് ഭാഷയിലെയും റോമൻ ഭാഷയിലെയും കൃതികളൊക്കെ വായിച്ച് അറിവ് നേടാനും വിദ്യാസമ്പന്നരാവാനും തുടങ്ങി. ഓക്കെ, അത് മാത്രമല്ല ആ സമയത്താണ് അറബികള് നമ്മുടെ ഗ്രീക്ക് ഫിലോസഫറായ അരിസ്റ്റോട്ടിലിന്റെ ആശയങ്ങളും കൃതികളും യൂറോപ്പിൽ മൊത്തം പ്രചരിപ്പിക്കുന്നു. അറബികൾ വന്ന് അരിസ്റ്റോട്ടിലിന്റെ കൃതികളെ പറ്റിയും യൂറോപ്പിലെ അരിസ്റ്റോട്ടിലിന്റെ ആശയങ്ങളെ പറ്റിയും യൂറോപ്പിൽ മൊത്തം പ്രചരിപ്പിച്ചു. അരിസ്റ്റോട്ടിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നും വിശ്വസിക്കില്ല ആള് ഒരു കൺസെപ്റ്റിനെ പറ്റി നന്നായി പഠിച്ച് അതിന്റെ എവിഡൻസ് ശേഖരിച്ച് അതേപറ്റി പഠിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ. അപ്പോൾ എല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് പറയുന്ന ആളുകള് കുറെയൊക്കെ മാറി ചിന്തിക്കാൻ കാരണമായത് അരിസ്റ്റോട്ടിലിന്റെ ആശയങ്ങളും അരിസ്റ്റോട്ടിലിന്റെ കൃതികളുമാണ്. അതിന് അരിസ്റ്റോട്ടിലിന്റെ കൃതികൾ യൂറോപ്പിൽ എത്തപ്പെടാനും അത് യൂറോപ്പിൽ പ്രചരിക്കാനും കാരണമായത് അറബികളുമാണ്. അത് മാത്രമല്ലടാ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗ്രീക്കോ റോമൻ ആർട്ടും ഹ്യൂമനിസ്റ്റിക് ആർട്ടും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഈ ഗ്രീക്കോ റോമൻ ആർട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സമ്പന്നമായിട്ടും അതുപോലെ തന്നെ ശക്തിയുള്ളതായിട്ടും പരമാവധി ഭംഗി കൊടുത്തു വരക്കുന്ന ഒരു സ്റ്റൈലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഗ്രീക്കോ റോമൻ ആർട്ടിലുണ്ടായിരുന്നത് സമ്പന്നമായ ദൈവം, വളരെ ശക്തിയുള്ള ദൈവം, വളരെ ഭംഗി ഉള്ള ഒരു ദൈവം, അതായത് നാച്ചുറൽ ഭംഗിയെ കൂടാതെ ഉള്ളൊരു ഭംഗിയെ കൂടാതെ അതിമനോഹരമാക്കാനായി ഒരുപാട് കഴിവിന്റെ പരമാവധി എടുത്തുകൊണ്ട് അതിനെ കുറച്ചുകൂടി ബ്യൂട്ടിഫൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരു രീതിയിലേക്ക് ആര് മാറി? അന്നത്തെ കലാകാരന്മാർ മാറി. ഈ ഗ്രീക്കോ റോമൻ ആർട്ടിന്റെ സമയത്ത് കലാകാരന്മാർ മാറി. എന്നാൽ അതിനുശേഷം വന്ന റിനൈസൻസ് ആർട്ടിന്റെ സമയത്ത് മനുഷ്യന്മാരെ
കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇവർ എല്ലാം നാച്ചുറൽനെസ്സോടുകൂടി പരമാവധി നാച്ചുറലായി നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ച് അധികം ഭംഗി ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അധികം ഭംഗി കൂട്ടാതെ എങ്ങനെയാണോ അങ്ങനെ തന്നെ അതിൽ നിന്നും അധികം മാറ്റം വരുത്താതെ വരക്കാനും ചിത്രീകരിക്കാനും തുടങ്ങി എന്നതാണ് ഹ്യൂമനിസ്റ്റിക് പീരീഡിലെ അല്ലെങ്കിൽ മാനവികതയുടെ കാലഘട്ടത്തിലെ മറ്റൊരു കാര്യം. അപ്പോൾ ഈ പറയുന്ന മാനവികതയാണ് പിന്നീട് യൂറോപ്പിന്റെ എല്ലാ മേഖലയിലും പെയിന്റിംഗ് ആവട്ടെ, രാഷ്ട്രീയമാവട്ടെ, അല്ലെങ്കിൽ സാഹിത്യമാവട്ടെ, കലയാവട്ടെ, വാസ്തുവിദ്യ ആവട്ടെ, സയൻസ് ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, അങ്ങനെ യൂറോപ്പിലെ എല്ലാ മേഖലയെയും സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം ഏതാണ് മക്കളെ? മാനവികതയാണ് അഥവാ ഹ്യൂമാനിസം ആണ്. ഓക്കെ, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മെഡീവൽ ആൻഡ് റിനൈസൻസ് ആർട്ട്. എന്താ? ഗ്രീക്കോ റോമൻ ആർട്ട്, മെഡീവൽ ആർട്ട് എന്ന് പറഞ്ഞാൽ മക്കളെ ഗ്രീക്കോ റോമൻ ആർട്ട് ആണ്. ഗ്രീക്കോ റോമൻ ആർട്ട് ഡിപിക്റ്റഡ് ഗോഡ്സ് ദി വെൽത്തി ആൻഡ് പവർഫുൾ ഇൻ ഓൾ ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് സ്പ്ലെൻഡർ. എന്താണ്? ഗ്രീക്കോ റോമൻ ആർട്ടില്, ഗ്രീക്കോ റോമൻ പെയിന്റിംഗ് സ്റ്റൈലില് ദൈവത്തെ പരമാവധി സമ്പന്നരായി എല്ലാ ശക്തിയും കൊടുത്ത് പരമാവധി ബ്യൂട്ടിഫൈ ചെയ്ത് വരക്കാൻ നോക്കിയപ്പോൾ റിനൈസൻസ് ആർട്ട് റെപ്രസെന്റഡ് ഹ്യൂമൻ ബീങ്സ് ഇൻ ഓൾ ഇറ്റ്സ് നാച്ചുറൽനെസ്. റിനൈസൻസ് ആർട്ടിൽ എന്താണ്? മനുഷ്യന്മാരെ അതിന്റെ എല്ലാ നാച്ചുറൽനെസ്സോടുകൂടി അതിന്റെ സ്വാഭാവികമായിക്കൊണ്ട് അധികം കുറെ പുറമോടി ചേർക്കാതെ, ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയണമെങ്കിൽ മസാല ചേർക്കാന്നൊക്കെ പറയും, അങ്ങനെ മസാല ചേർക്കാതെ എങ്ങനെയാണോ അതുള്ളത് അങ്ങനെ തന്നെ വരക്കാൻ തുടങ്ങി. അതിൽ കൂടുതൽ മോഡിഫിക്കേഷനോ ഡെക്കറേഷനോ വരുത്താതെ അതിൽ കൂടുതൽ ഭംഗി ഉള്ളതിനെ മനോഹരമാക്കി വരക്കാനായിട്ട് ആരംഭിച്ചു. അപ്പൊ ഇതൊരു ചോദ്യമാണ്. റിനൈസൻസ് ആർട്ടിന്റെയും മെഡീവൽ ആർട്ടിന്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പൊ അതും നിങ്ങൾ പഠിക്കണം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം ഒന്നും കൂടി എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് കാണണം. അധികം ഡൗട്ട് ഒന്നും ഇല്ലാത്തൊരു മേഖലയാണ്, കുറച്ചധികം പഠിക്കാനുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ നന്നായിട്ട് ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ നോട്ടിന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്തേക്കാം? ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? അതിനകത്ത് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, മലയാളം മീഡിയം ഉണ്ട്. അപ്പൊ പല ആൾക്കാരും മലയാളം മീഡിയത്തിന്റെ നോട്ടും ചോദിച്ചായിരുന്നു. അപ്പൊ മലയാളം മീഡിയത്തിന്റെ നോട്ട് അടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് തയ്യാറാക്കിയേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് പരമാവധി ഫസ്റ്റ് ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകാൻ. ഇപ്പൊ സ്കൂളിലെ ടീച്ചർമാർ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? അത് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് ടീച്ചർമാർക്കും തോന്നണം അല്ലെ? നമ്മളതൊക്കെ പഠിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകണേക്കുന്നത് ടീച്ചർമാർക്കും തോന്നാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പരമാവധി ഇത് കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ PDF ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് കൂടി എന്ത് ചെയ്യണം? ഈ വീഡിയോടൊപ്പം വായിച്ചു കൂടി നോക്കണം. അതല്ലാതെ വെറുതെ ക്ലാസ് കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അതൊന്നും കിട്ടില്ല. അപ്പൊ നിങ്ങൾ അതും കൂടി എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ.